Hi my dear children, welcome to the last topic of this chapter, PERT and CPM. Modern techniques of managerial control ആണല്ലോ നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിൽ നമ്മൾ 4 ടെക്നിക്കുകൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഫസ്റ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, സെക്കൻഡ് റേഷ്യോ അനാലിസിസ്, തേർഡ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ്, ഫോർത്ത് മാനേജ്മെന്റ് ഓഡിറ്റ്, ഫിഫ്ത് PERT and CPM. ഒരെണ്ണം കൂടെ ഉള്ളൂ, മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ലാസ്റ്റത്തെ 2 എണ്ണം PERT and CPM ഉം മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റവുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് PERT and CPM എന്ന് പറഞ്ഞാൽ? ആദ്യം തന്നെ ഇതിന്റെ ഈ ടേമിന്റെ എക്സ്പാൻഷൻ തെറ്റുകൂടാതെ എഴുതാൻ പഠിക്കണം. പല പ്രാവശ്യവും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ടേമിന്റെ എക്സ്പാൻഷൻ എഴുതാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. PERT മീൻസ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. CPM ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഇതാണ് അതിന്റെ എക്സ്പാൻഷൻ. ഈ മെത്തേഡ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വലിയ വലിയ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകളിൽ, അതായത് കപ്പൽ നിർമ്മാണം, അണക്കെട്ടുകള്, ടണലുകള്, ഹൈവേകള്, പവർ പ്ലാന്റുകള്, വിമാന നിർമ്മാണം തുടങ്ങിയ വലിയ വലിയ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകളിലെ ഉപയോഗിക്കുന്ന ഒരു മാനേജ്മെന്റ് കൺട്രോൾ ടെക്നിക്കാണ് PERT and CPM. ഇത് എന്താന്ന് വെച്ചാല് ഇവിടെ എ നെറ്റ്വർക്ക് അനാലിസിസ് ടെക്നിക് ടു ഡിറ്റർമൈൻ ദ ടൈം ടു കംപ്ലീറ്റ് എ കോംപ്ലക്സ് പ്രോസസ്. ഇതെന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് അനാലിസിസ് ടെക്നിക്കാണ്. ഇവിടെ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് പറ്റുന്ന വിവിധ പാത്തുകൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുകയും അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ പാത്ത് നമ്മൾ കണ്ടെത്തുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എ നെറ്റ്വർക്ക് അനാലിസിസ് ടെക്നിക് ടു ഡിറ്റർമൈൻ ദ ടൈം ടു കംപ്ലീറ്റ് എ കോംപ്ലക്സ് പ്രോസസ്. ഈ മെത്തേഡിലൂടെ ഒരു കോംപ്ലക്സ് പ്രോസസ്, ഒരു കോംപ്ലക്സ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായ ടൈം എന്തുമാത്രം വേണമെന്നുള്ളത് ഈ നെറ്റ്വർക്ക് അനാലിസിസിലൂടെ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. നോക്കിക്കേ, ഇവിടെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ്, എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്, ഫിനിഷിംഗ് പോയിന്റ് ഇവിടെയാണ്. അപ്പം അതിന്റെ 2 പാത്തുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു പാത്തിലൂടെയാണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ എടുക്കുന്ന ഡേയ്സ് എത്രയാന്ന് നോക്കാം. ഇവിടുന്ന് എവിടം വരെ എത്താൻ 1 ഡേ, 2 ഡേ ഫിനിഷ് ചെയ്യാൻ. അപ്പൊ ഈ പാത്ത് വഴി ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ഡേ എന്ന് പറയുന്നത് 3 ഡേയ്സ് മാത്രമാണ്. ഇനി ഈ ഒരു ഡേയിലൂടെയാണ്, ഈ ഒരു പാത്തിലൂടെയാണ്, ഡേ അല്ല പാത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ 1 ഡേ, 2 ഡേ, 1 ഡേ, അപ്പൊ ടോട്ടൽ എത്ര വരും? 4 ഡേയ്സ് വരും ഫിനിഷ് ചെയ്യാൻ. അപ്പം ദൈർഘ്യം കൂടുതലുള്ള ഈ പാത്തിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അതിനാണ് ഇതെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഇതിപ്പോ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡേ വെച്ചിട്ട് പറഞ്ഞത്. കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഒന്നും ഇത്രയും ഇതിൽ തീരുവൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇനി എന്താണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് ഒന്നുകൂടി ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാകും. നെറ്റ്വർക്ക് അപ്രോച്ച് ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് പ്രോജക്ട് ഡ്യൂറേഷൻ. അപ്പൊ ഈ തരത്തിലുള്ള നെറ്റ്വർക്ക് അപ്രോച്ച് ഒരു വലിയ വലിയ പ്രോജക്റ്റുകളുടെ ഒക്കെ എത്രമാത്രം ഡ്യൂറേഷനിൽ കംപ്ലീറ്റ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എ പാത്ത് ഈസ് എ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ബിഗിൻസ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് എ പ്രോജക്ട് ആൻഡ് ഗോസ് ടു ദ എൻഡ് ഓഫ് ദി പ്രോജക്ട്. അതിനകത്ത് നമ്മൾ ഡിഫറെന്റ് പാത്തുകൾ വരയ്ക്കുകയാണ്. അപ്പൊ എന്തെന്ന് പറഞ്ഞാൽ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ്, എൻഡ് ചെയ്യുന്ന ഒരു പോയിന്റ്, അതിന്റെ ഇടയ്ക്ക് പല വഴികളിലൂടെ സഞ്ചരിക്കുന്നുണ്ടാവും. അതിനാണ് എന്തെന്ന് പറയുന്നത്? പാത്ത് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ അകത്ത് തന്നേക്കുന്ന പാത്ത് നോക്കിക്കേ, 1, 2, പിന്നെ ഇവിടെ ഈ പാത്ത് വഴിയാണെങ്കിൽ കണ്ടോ അതിന്റെ ഡേയ്സ് പോകുന്ന ഓരോ ദിവസമായിട്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഈ ഒരു പാത്തിൽ വേണ്ടുന്ന ടോട്ടൽ ഡേയ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതിന്റെ മൊത്തം ടോട്ടൽ ഡേയ്സ് എന്ന് കൂട്ടിയെടുക്കുകയാണെങ്കിൽ 32 ഡേയ്സ് ആയിരിക്കും ഇങ്ങനെ കൂട്ടുമ്പോ. ഇനി ഇങ്ങനെ കൂട്ടുമ്പോ 2, 3 + 4 7 + 6 13 + 7 20 + 8 28 ഡേയ്സ് ആണ് ഈ പാത്ത് വഴി നോക്കുമ്പോൾ.
അപ്പൊ ഇതിൽ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞപ്പോ എത്ര ആയിരിക്കും? ലോങ്സ്റ്റ് പാത്താന്ന് പറഞ്ഞപ്പോ ഏതായിരിക്കും? ഈ രണ്ട് പാത്തിൽ ക്രിട്ടിക്കൽ പാത്ത് ഈ പോകുന്ന ഇതായിരിക്കും ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ദ ക്രിട്ടിക്കൽ പാത്ത് ഈസ് ദ പാത്ത് ദാറ്റ് ടേക്സ് ദ ലോങ്സ്റ്റ് ടു കംപ്ലീറ്റ്. കംപ്ലീറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന പാത്തിനെയാണ് എന്തെന്ന് വിളിക്കുക? ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ആൻഡ് ദസ് ഡിറ്റർമൈൻസ് ദ മിനിമം ഡ്യൂറേഷൻ ഓഫ് ദി പ്രോജക്റ്റ്. നമ്മൾ എപ്പോഴും ഏതാണ് കണ്ടെത്തേണ്ടത്? ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള മിനിമം ഡ്യൂറേഷൻ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇതാണ് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ. ഇനി അതിന്റെ സ്റ്റെപ്പാണ് പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കിലെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിന്റെയും സ്റ്റെപ്സ് ആണ് പറയുന്നത്. അതിന് മുമ്പ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. ഫക്ട് ആൻഡ് CPM ഇവിടെ തൊട്ട് എക്സ്പ്ലനേഷൻ ഇതാണ്ട്. എന്റെ ടേമിന്റെ എക്സ്പാൻഷൻ ഒരിക്കലും മറക്കരുത്. പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക് ആൻഡ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ആർ ഇമ്പോർട്ടന്റ് നെറ്റ്വർക്ക് ടെക്നിക്സ് യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. അല്ലെ, അതായത് ഈ രണ്ട് ടെക്നിക്കുകളും പ്ലാനിങ്ങിനും നിയന്ത്രണത്തിനുമുള്ള വളരെ പ്രധാനപ്പെട്ട തന്ത്രങ്ങളായിട്ട് ബിസിനസ് സ്ഥാപനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും ഉപയോഗിക്കുന്ന രണ്ട് ടെക്നിക്കുകളാണിത്. These techniques are especially useful for planning, scheduling and implementing time-bound projects involving performance of a variety of complex, diverse and interrelated activities. അപ്പോൾ അതുകൂടെ എഴുതേണ്ടതാണ്. ഈ ടെക്നിക്ക് എന്ന് പറയുന്നത് വളരെ സങ്കീർണവും പരസ്പര ബന്ധിതവുമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നതും അതുപോലെ സമയബന്ധിതമായി തീർക്കേണ്ട പദ്ധതികളുടെ രൂപകൽപ്പനയും നടപ്പിലാക്കലും വിലയിരുത്തലുമാണ് ഈ സംവിധാനത്തിലൂടെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കോംപ്ലക്സ് ആയിട്ടുള്ള ഷിപ്പ് ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകൾ, എയർക്രാഫ്റ്റ് മാനുഫാക്ചർ, ഡാം ബിൽഡിംഗ്, ഇത്തരത്തിലുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അവയൊക്കെ സമയബന്ധിതമായിട്ട് തീർക്കേണ്ടതാണല്ലോ. അപ്പൊ അതിന്റെ ഒക്കെ പദ്ധതിയുടെ രൂപകൽപ്പനയിലും നടപ്പാക്കലും ഒക്കെ വിലയിരുത്തലാണ് ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇനി അതിന്റെ സ്റ്റെപ്പാണ് ഇനി പഠിക്കേണ്ടത്. അപ്പൊ അത് ഇത്രയുമാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് എഴുതേണ്ടത്. ഇവിടം വരെയാണ് എഴുതേണ്ടത്. ഇനി അതിന്റെ സ്റ്റെപ്പാണ് ഇനി പറയുന്നത്. ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ യൂസിംഗ് PERT and CPM ആർ ആസ് ഫോളോസ്. അതുകൂടി എഴുതേണ്ടതാണ്. ഒന്ന്, ആദ്യമേ തന്നെ എന്ത് ചെയ്യുന്നു? ദ പ്രോജക്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് ക്ലിയർലി ഐഡന്റിഫയബിൾ ആക്ടിവിറ്റീസ്. ആദ്യം എന്റെ പ്രോജക്റ്റിനെ പൂർത്തീകരിക്കേണ്ട പദ്ധതികളെ വിവിധ പ്രവർത്തനങ്ങളായിട്ട് തിരിച്ച് ക്രമീകരിക്കുന്നു. എന്റെ പ്രോജക്റ്റിനെ ക്ലിയർലി ഐഡന്റിഫയബിൾ ആക്ടിവിറ്റീസ് ആയിട്ട് ആദ്യം എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഒരു ലോജിക്കൽ സീക്വൻസിൽ എന്ത് ചെയ്യുന്നു? അറേഞ്ച് ചെയ്യുന്നു. ഇവിടെ സ്ലൈഡിലും ചുരുക്കി കിടപ്പുണ്ട്. പ്രോജക്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻ എ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ്. നമുക്ക് അത്യാവശ്യം അത് ഇതിന്റെ സ്റ്റെപ്പുകൾ ചുരുക്കി പഠിച്ചാൽ മതി. അതുകൊണ്ട് അത് എഴുതിയാലും മതി. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യുന്നത്? എ നെറ്റ്വർക്ക് ഡയഗ്രം ഈസ് പ്രിപ്പയർഡ്. രണ്ടാമതായിട്ട് എന്ത് ചെയ്യുന്നു? ഈ പദ്ധതിയുടെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു നെറ്റ്വർക്ക് ഡയഗ്രം ചിത്രീകരിക്കുകയാണ്. അപ്പൊ മുമ്പേയൊക്കെ കാണിച്ചൊന്നുമില്ല, അതുപോലെയുള്ള ഒരു നെറ്റ്വർക്ക് ഡയഗ്രം തുടക്കം മുതൽ അവസാനം വരെ ചെയ്യേണ്ട പ്രവർത്തനങ്ങളുടെ ഒരു നെറ്റ്വർക്ക് ഡയഗ്രം തയ്യാറാക്കണം. കണ്ടോ? ഡെവലപ്പ് എ നെറ്റ്വർക്ക് ഡയഗ്രം ഇൻകോർപ്പറേറ്റിംഗ് ഓൾ ആക്ടിവിറ്റീസ് വിത്ത് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് ഫിനിഷിംഗ് പോയിന്റ്. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും ഉൾപ്പെടെ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും ചേർത്ത് ഇതുപോലെ ഒരു നെറ്റ്വർക്ക് ഡയഗ്രം അവിടെ തയ്യാറാക്കണം. കണ്ടോ? ഇവിടെ ഓരോന്നിന്റെയും ഡ്യൂറേഷൻ പറയുന്നുണ്ട്. ഉണ്ടോ? പല പാത്തുണ്ട്. അത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഉണ്ടോ? 1, 2, 3 പാത്തിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലെ കണ്ടോ? ആദ്യം എന്താ ചെയ്തേക്കുന്നത്? പ്രോജക്റ്റിനെ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നുണ്ടോ? എന്നിട്ട് അതിനെ അത് ഉപയോഗിച്ച് എന്ത് ചെയ്തേക്കുന്ന ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചിരിക്കുകയാണ്. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് ഫിനിഷിംഗ് പോയിന്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് അത് അവിടെ വരച്ചിരിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് ടൈം എസ്റ്റിമേറ്റ്സ് ആർ പ്രിപ്പയർഡ്. ഇവിടെ എന്ത് തയ്യാറാക്കണം? ഒരു ഓരോ പ്രവർത്തനത്തിനും ടൈം എസ്റ്റിമേറ്റ് തയ്യാറാക്കണം. അതായത് സമയക്രമം തയ്യാറാക്കണം. അപ്പം സമയക്രമം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട്. ഒപ്റ്റിമിസ്റ്റിക് ഉണ്ട്, പെസിമിസ്റ്റിക് ഉണ്ട് ആൻഡ് മോസ്റ്റ് ലൈക്ലി ടൈം. ഈ 3 രീതിയിലുള്ള സമയക്രമമാണ് തയ്യാറാക്കേണ്ടത്. അതായത് 3 തരം സമയക്രമമാണ് സാധാരണ നിശ്ചയിക്കുന്നത്. പദ്ധതി പൂർത്തിയാക്കുന്നതിനുള്ള ഏറ്റവും ചുരുങ്ങിയ സമയം, അതാണ് ചുരുങ്ങിയ സമയം. അതുപോലെ തന്നെ വേണ്ടുന്ന ന്യായമായിട്ടും വേണ്ടുന്ന സമയം, അതുപോലെ മാക്സിമം ടൈം, കൂടി വന്ന എത്രമാത്രം സമയം വേണം അത് പൂർത്തിയാക്കാൻ എന്നുള്ളത്. ഇങ്ങനെ ഈ 3 ടൈം
പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കിൽ ആവശ്യമുണ്ട്. പെർത്തിലാണ് ഇങ്ങനെ 3 ടൈം എസ്റ്റിമേറ്റ് വേണ്ടി വരുന്നത്. പ്രത്യേകം മനസ്സിലാക്കിയ പെർത്തിലാണ്. പെർത്ത് റിക്വയർസ് പ്രിപ്പറേഷൻ ഓഫ് 3 ടൈം എസ്റ്റിമേറ്റ്സ്. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിൽ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഏറ്റവും കുറഞ്ഞ ടൈം. പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോങ്സ്റ്റ് ടൈം, ഏറ്റവും കൂടിയത്. ആൻഡ് മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് വെച്ചാൽ ഏറ്റവും ന്യായമായിട്ട് എത്ര സമയം വേണ്ടി വരുമെന്നുള്ളത്. അപ്പൊ പ്രോഗ്രാം ഇവാലുവേഷനിലാണ് ഇത്തരത്തിൽ 3 ടൈം എസ്റ്റിമേറ്റ് വരുന്നത്. ഇനി എന്നാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡില് ഇൻ CPM only 1 ടൈം എസ്റ്റിമേറ്റ് ഈസ് പ്രിപ്പയർഡ്. അതിനകത്ത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ ടൈം എസ്റ്റിമേറ്റേ ഉള്ളൂ. ഇൻ അഡീഷൻ CPM ഓൾസോ റിക്വയർ മേക്കിംഗ് കോസ്റ്റ് എസ്റ്റിമേറ്റ്സ് ഫോർ കംപ്ലീഷൻ ഓഫ് പ്രോജക്ട്. അപ്പൊ ഒരു ഈ CPM-ല് ഒരു സമയക്രമം മാത്രമേ നിശ്ചയിക്കാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ സാധാരണയായി പദ്ധതി പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം നിശ്ചയിക്കുന്നതിനോടൊപ്പം പദ്ധതിയുടെ ചിലവ് കൂടി ഏതിനകത്ത് പരിഗണിക്കും? CPM-നകത്ത് പരിഗണിക്കും. അപ്പൊ ഇതിന്റെ അകത്ത് കോസ്റ്റും കൂടി എസ്റ്റിമേറ്റ് ചെയ്യും. ടൈമിനോടൊപ്പം എന്തും കൂടി CPM-ൽ എസ്റ്റിമേറ്റ് ചെയ്യും? കോസ്റ്റും കൂടി. ഉണ്ടോ? only 1 ടൈം എസ്റ്റിമേറ്റ് ഒരെണ്ണം മതി അതിനകത്ത്. പക്ഷെ അതിന്റെ കൂടെ ഏതും കൂടി ചെയ്യും? കോസ്റ്റ് എസ്റ്റിമേറ്റും കൂടി. കണ്ടോ? കോസ്റ്റ് എസ്റ്റിമേറ്റും കൂടി ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ പെർത്തിനകത്ത് 3 ടൈം എസ്റ്റിമേറ്റ് ആണ്. ഒപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി ടൈം. CPM-നകത്ത് only 1 ടൈം എസ്റ്റിമേറ്റേ ഉള്ളൂ. അതിന്റെ അകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് ആ ടൈം എസ്റ്റിമേറ്റ് കൂടാതെ എന്തും കൂടി അതിനകത്ത് എസ്റ്റിമേറ്റ് ചെയ്യും? കോസ്റ്റും കൂടി എസ്റ്റിമേറ്റ് ചെയ്യും ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ. കണ്ടോ? ഇതിനകത്ത് 3 എസ്റ്റിമേറ്റ്. ഇത് പെർത്തിന്റെ ആണ് പറയുന്നത്. ഒപ്റ്റിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി ആൻഡ് പെസിമിസ്റ്റ്. CPM-ഉം പെർത്തിലും ആ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോട്ട് ചെയ്തേക്കണേ, പരീക്ഷയ്ക്ക് ചോദിച്ചെന്നാലോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഫോർത്ത്, ദ ലോങ്സ്റ്റ് പാത്ത് ഇൻ ദ നെറ്റ്വർക്ക് ഈസ് ഐഡന്റിഫൈഡ് ആസ് ദ ക്രിട്ടിക്കൽ പാത്ത്. ഇനി ഏതാണ് ക്രിട്ടിക്കൽ പാത്ത്? നേരത്തെ പറഞ്ഞായിരുന്നു, ഏറ്റവും ലോങ്സ്റ്റ് പാത്ത് അല്ലെ. ആ ടാസ്ക് അച്ചീവ് ചെയ്യുന്നതിന് എടുക്കുന്ന നമ്മൾ തയ്യാറാക്കുന്ന നെറ്റ്വർക്കിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാതയാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്രിട്ടിക്കൽ പാത അല്ലെങ്കിൽ നിർണായക പാത എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചാൽ മാത്രമേ നമുക്ക് സമയബന്ധിതമായിട്ട് നമ്മുടെ പ്ലാൻസ് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്, ലോങ്സ്റ്റ് പാത്ത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്ക് സ്റ്റെപ്പിനകത്ത് എഴുതിയില്ലേലും കുഴപ്പമില്ല. ഇനി അടുത്തത്, if required the plan is modified so that execution and timely completion of project is under control. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ആവശ്യമെങ്കിൽ നമ്മൾ തയ്യാറാക്കിയ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തണം അല്ലെ. മാറ്റങ്ങൾ വരുത്തി അവയുടെ സമയബന്ധിതമായിട്ടുള്ള ഒരു പൂർത്തീകരണം നമുക്ക് ഉറപ്പാക്കാവുന്നതാണ്. If required, the plan is modified so that execution and timely completion of project is under control. അപ്പൊ അങ്ങനെ മോഡിഫൈ ചെയ്യുന്നത് വഴി നമുക്ക് ആ പദ്ധതിയുടെ സമയബന്ധിതമായ പൂർത്തീകരണം നിയന്ത്രിക്കാവുന്നതാണ്. ഇത്രയുമാണ് ഇതിന്റെ സ്റ്റെപ്പ് ആയിട്ട് വരുന്നത്. PERT and CPM are used extensively in areas like shipbuilding, construction projects, aircraft manufacturing, etc. അതൊന്ന് വായിച്ചു പോകാൻ വേണ്ടി വരച്ചിട്ടേക്കാം കേട്ടോ. അപ്പൊ സ്റ്റെപ്സ് ചോദിച്ചെന്നാൽ അത്യാവശ്യം ഇത്ര എഴുതിയാലും മതി. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുനിന്ന് ഓർത്തിരിക്കണം. ഇനി ഒരു ടെക്നിക്കും കൂടിയേ ഉള്ളൂ മോഡേൺ ടെക്നിക്കിനകത്ത്. ലാസ്റ്റ്, മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം, അതായത് മാനേജ്മെന്റ് വിവര സംവിധാനം, MIS എന്ന ചുരുക്കപ്പേരില്. ഈ ടൈമിന്റെയും എക്സ്പാൻഷൻ ചിലപ്പോൾ ചോദിക്കാം. MIS ഡിനോട്ട്സ് എന്താണ്? മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റം വിച്ച് പ്രൊവൈഡ്സ് data and information on a real-time basis, supports the management for decision making and to take corrective action on deviations. ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിനാണ് ഇതെന്ന് പറയുന്നത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. വിച്ച് പ്രൊവൈഡ്സ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ഓൺ എ റിയൽ ടൈം ബേസിസ് അല്ലെ. അതായത് ഇപ്പോൾ വളരെ പ്രാധാന്യമുള്ളതും യഥാർത്ഥത്തിലുള്ളതും സമയബന്ധിതമായിട്ടുമുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ഇതുവഴി ലഭിക്കുന്നു. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? മാനേജ്മെന്റിന് ഡിസിഷൻ മേക്കിംഗ് എടുക്കുവാനും കറക്റ്റീവ് ആക്ഷൻസും എടുക്കുവാനും
എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് ഒക്കെ എടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം സഹായിക്കുന്നു. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. ഇനി നമുക്കതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം, MIS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. Management Information System is a computer-based information system that provides information and support for effective managerial decision making. അതായത് കാര്യക്ഷമമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് മാനേജ്മെന്റിന് കൃത്യമായ വിവരങ്ങൾ യഥാസമയത്ത് നൽകുന്നതിനുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത സംവിധാനമാണ് MIS എന്ന് പറയുന്നത്, മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഇനി അത്രയും എഴുതുക. പിന്നെ ഇത് എഴുതുക. MIS ഈസ് ആൻ ഇമ്പോർട്ടന്റ് കമ്മ്യൂണിക്കേഷൻ ടൂൾ ഫോർ മാനേജേഴ്സ്. മാനേജേഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ടൂൾ ആണ് ഈ MIS എന്ന് പറയുന്നത്. അതോടെ ഇതും വേണം ഈ ഒരു പാരഗ്രാഫ്. MIS ഓൾസോ സെർവ് ആസ് ആൻ ഇമ്പോർട്ടന്റ് കൺട്രോൾ ടെക്നിക്ക്. ഈ മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റവും ഒരു കൺട്രോളിങ്ങിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കായിട്ട് വർക്ക് ചെയ്യുന്നു. കാരണം ഇറ്റ് പ്രൊവൈഡ്സ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ടു ദ മാനേജേഴ്സ് അറ്റ് ദ റൈറ്റ് ടൈം സോ ദാറ്റ് അപ്രോപ്രിയേറ്റ് കറക്റ്റീവ് ആക്ഷൻ മേ ബി ടേക്കൺ ഇൻ കേസ് ഓഫ് ഡീവിയേഷൻസ് ഫ്രം സ്റ്റാൻഡേർഡ്. കാരണം എന്താ, ഈ ഇൻഫോർമേഷൻ സിസ്റ്റം മാനേജേഴ്സിന് കറക്റ്റ് ടൈമില് കറക്റ്റ് ടൈമില് ശരിയായ വിവരങ്ങള് ശരിയായ സമയത്ത് നൽകിക്കൊണ്ട് മാനേജേഴ്സിനെ തീരുമാനങ്ങൾ എടുക്കുന്നതിനും കറക്ഷൻസ് എടുക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നു ഈ മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. അതുകൊണ്ടാണ് ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺട്രോൾ ടെക്നിക്കായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ MISന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിന്റെ മേന്മകൾ ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഫസ്റ്റ്, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കളക്ഷൻ മാനേജ്മെന്റ് ആൻഡ് ഡിസെമിനേഷൻ ഓഫ് ഇൻഫോർമേഷൻ അറ്റ് ഡിഫറെന്റ് ലെവൽസ്. ഇപ്പൊ എന്തിനു സഹായിക്കുന്നു? ഒരു സ്ഥാപനത്തിലെ വിവിധ വകുപ്പുകളിൽ നിന്നും മാനേജ്മെന്റ് തലങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും കളക്ട് ചെയ്യുന്നതിനും അത് കൈമാറ്റം ചെയ്യാനും ഒക്കെ ഈ MIS സിസ്റ്റം സഹായിക്കുന്നു. കളക്ഷൻ, മാനേജ്മെന്റ് ആൻഡ് ഡിസെമിനേഷൻ ഓഫ് ഇൻഫോർമേഷൻ അറ്റ് ഡിഫറെന്റ് ലെവൽസ്. ഒരു ഓർഗനൈസേഷന്റെ വിവിധ തലങ്ങളിലേക്ക് ആവശ്യമായ വിവരങ്ങൾ കളക്ട് ചെയ്യുകയും അവ മാനേജ് ചെയ്യുകയും അവ വ്യാപിപ്പിക്കുകയും ഡിസെമിനേറ്റ് ചെയ്യുകയും ഒക്കെ കൈമാറ്റം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു MIS. നെക്സ്റ്റ് അഡ്വാൻറ്റേജ്, ഇറ്റ് സപ്പോർട്ട്സ് പ്ലാനിംഗ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോളിംഗ് അറ്റ് ഓൾ ലെവൽസ്. അതായത് മാനേജ്മെന്റിന്റെ എല്ലാ തലങ്ങളിലുമുള്ള പ്ലാനിംഗ്, കൺട്രോളിംഗ്, ഡിസിഷൻ മേക്കിംഗ് ഇതിനെല്ലാം ആവശ്യമായ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഇറ്റ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ഇൻഫോർമേഷൻ വിച്ച് എ മാനേജർ വർക്ക്സ്. ഗുണമേന്മയുള്ള ക്വാളിറ്റി ഓഫ് ഇൻഫോർമേഷന്റെ ക്വാളിറ്റി കൂടുതൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് ഇൻഫോർമേഷൻ. നെക്സ്റ്റ്, ഇറ്റ് എൻഷുർ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്. എന്ത് ഉറപ്പാക്കുന്നു? കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് ഉറപ്പാക്കുന്നു. അതായത് വിവരങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന്റെ ഡാറ്റകളും വിവരങ്ങളും കൈകാര്യം ചെയ്യുന്നതിലുള്ള ചിലവ് പരമാവധി കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. നെക്സ്റ്റ്, ഇറ്റ് റെഡ്യൂസസ് ഇൻഫോർമേഷൻ ഓവർലോഡ് ഓൺ ദി മാനേജേഴ്സ് ആസ് ഓൺലി റെലവന്റ് ഇൻഫോർമേഷൻ ഈസ് പ്രൊവൈഡഡ് ടു ദം. അതുപോലെ തന്നെ മാനേജർമാരുടെ ഓവർലോഡ്, ജോലിഭാരവും കുറയ്ക്കാൻ സഹായിക്കുന്നു. കാരണം ആവശ്യമുള്ള വിവരങ്ങൾ മാത്രമേ നൽകുന്നുള്ളൂ. അതായത് റെലവന്റ് ഇൻഫോർമേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മാനേജേഴ്സിന്റെ ജോലിഭാരം റെഡ്യൂസ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു. ഇത്രയുമാണ് MISന്റെ മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ്. അതായത് ഷോർട്ട് ഫോമിൽ കിടപ്പുണ്ട്, നമുക്ക് ഇത്ര അത്യാവശ്യം എഴുതിയാലും മതി. കളക്ഷൻ, പ്രോസസിംഗ് ആൻഡ് ഡിസെമിനേഷൻ ഓഫ് ഇൻഫോർമേഷൻ, support planning, decision making and controlling, quality of information is improved, cost effectiveness. Managers are not overloaded with too many information. ഇത്രയുമാണ് ഈ ചാപ്റ്റർ, ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇത് ഈ ഭാഗത്തിന്റെ ക്വസ്റ്റ്യൻസും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഫസ്റ്റ് സ്റ്റാൻഡ്സ് ഫോർ, ഞാൻ പറഞ്ഞില്ലേ ടൈമിന്റെ എക്സ്പാൻഷൻ ചോദിക്കുമെന്ന്. അപ്പൊ എന്താ എഴുതേണ്ടത്? പ്രോഗ്രാം, ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്. കേട്ടോ. ഇനി അടുത്തത്, ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞു, ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 7 അല്ലെങ്കിൽ 8 ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ള ചോദ്യമാണ് എക്സ്പ്ലെയിൻ എനി 4 മോഡേൺ ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ. അപ്പൊ അതുകൊണ്ട് ഇനി ആ ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒരു 7-8 തവണ പരീക്ഷയ്ക്ക് 4 മാർക്കിന്റെ രീതിയിൽ ചോദിച്ചിട്ടുള്ളതാണ്.
അപ്പൊ അതുകൊണ്ട് 4 ടെക്നിക്കുകൾ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാകത്തിന് അറിയാമായിരിക്കണം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി സെന്റർ? റെസ്പോൺസിബിലിറ്റി സെന്ററിന്റെ പാർട്ട് അല്ലാത്തത് ഏത്? ബ്രാക്കറ്റിൽ ഓപ്ഷൻ ഉണ്ട്. കോസ്റ്റ് സെന്റർ, പ്രോഫിറ്റ് സെന്റർ, ഇൻവെസ്റ്റ്മെന്റ് സെന്റർ, മാനേജ്മെന്റ് സെന്റർ. ഏതാണ്? എല്ലാത്തിനും സെന്റർ ഉണ്ട്. അപ്പൊ നല്ലപോലെ അറിയാൻ മേലാത്ത ഒരു കുട്ടിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? അതായത് ഏതൊക്കെയായിരുന്നു പാർട്ടുകളാണ്? കോസ്റ്റ് സെന്റർ പാർട്ട് അല്ലായിരുന്നോ? അതെ. പ്രോഫിറ്റ് സെന്റർ പാർട്ട് അല്ലേ? അതെ. ഇൻവെസ്റ്റ്മെന്റ് സെന്ററും റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിന്റെ പാർട്ടാണ്. പിന്നെ ഏതാണ് അല്ലാത്തത്? മാനേജ്മെന്റ് സെന്റർ ആണ് അതിന്റെ ആൻസർ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ വേറെ which among the following is not related to the responsibility accounting? മുമ്പേ ചോദിച്ചതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങുമായിട്ട് റിലേറ്റഡ് അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. കോസ്റ്റ് സെന്റർ, അക്കൗണ്ടിംഗ് സെന്റർ, പ്രോഫിറ്റ് സെന്റർ, ഇൻവെസ്റ്റ്മെന്റ് സെന്റർ. ഏതാണ്? അക്കൗണ്ടിംഗ് സെന്റർ അല്ലേ അല്ലാത്തത്. ബാക്കിയെല്ലാം റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിന്റെ സെന്റേഴ്സ് ആണ്. അപ്പൊ ഏതാണ് അല്ലാത്തത്? അക്കൗണ്ടിംഗ് സെന്റർ ആണ് കേട്ടോ. അങ്ങനെയും ചോദിക്കാം. ഇത് മെയിൻ ആയിട്ടും ചോദിച്ചേക്കുന്ന 4 ടെക്നിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതുകൊണ്ട് ഇത്രയൊക്കെയാണ് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ ചാപ്റ്റർ ഇന്നത്തെ കൊണ്ട് ഇവിടെ തീരുകയാണ്. ഭംഗിയായി പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.